പരിശുദ്ധ ബലിയുടെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന അച്ഛൻ, വാത്സല്യമുള്ള മാതാപിതാക്കളെ, സ്നേഹനദികളായ കുഞ്ഞുങ്ങളെ, അനുഗ്രഹീതമായ പരിശുദ്ധനായ സഭയുടെ മധ്യസ്ഥത അറിയപ്പെട്ടുകൊണ്ട് ഈ ദേശവും നമ്മുടെ ഇടവകയും അനുഗ്രഹീതമായ ഈ പെരുന്നാൾ ആഘോഷിക്കുന്ന ഈ സമയങ്ങളിൽ പുണ്യവാന മധ്യസ്ഥതായിരിക്കും നിങ്ങൾക്കും ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തർക്കും അനുഗ്രഹത്തിന് മുഖാന്തരമായി തീരട്ടെ എന്ന് ആദ്യം തന്നെ പ്രാർത്ഥിച്ച് ആശംസിക്കുകയാണ്. നമ്മുടെ കർത്താവിന്റെ പുനരുദ്ധാനത്തിന്റെ ആ മഹത്വകാലത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ട് സ്വർഗാരോഹണ പെരുന്നാളിലേക്ക് അടുത്തു വരികയും അതിനുശേഷം പരിശുദ്ധാത്മാവിന്റെ ആവാസം നിറയുന്ന പെന്തക്കോസ്ത് കാലത്തിലേക്ക് ഈ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിശ്വാസ സമൂഹത്തിൽ അംഗങ്ങളാണ് ഞാൻ നിങ്ങളും ഓരോരുത്തരും. ഈ അവസരത്തിൽ പരിശുദ്ധ പെന്തക്കോസ്ത് പെരുന്നാളിന് വേണ്ടി ഒരുങ്ങുന്നതിന് മുന്നോടിയായ പരിശുദ്ധാത്മാവിന്റെ ആവാസം എന്നിലും നിങ്ങളും നിറയുവാൻ തക്കവണ്ണം ഇനിയുള്ള നിമിഷങ്ങൾ, പ്രത്യേകിച്ച് ഈ പെരുന്നാൾ ശുശ്രൂഷകൾ നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകളും യാമനമസ്കാരങ്ങളുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിക്കുകയാണ്. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, പരിശുദ്ധനായ സഹതായ ഓർക്കുമ്പോൾ നമുക്ക് സഹതായുടെ ചരിത്രങ്ങളും കഥകളും ഒക്കെ അറിയാം. എങ്കിലും ഓരോ തവണ നമ്മൾ ഈ സഹതായ ഓർക്കുമ്പോൾ സഹതായുടെ ജീവിതം എൻ്റെ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്ന ചില ചലഞ്ചുകൾ ഉണ്ട്. ആ ചലഞ്ചുകളെ ഏറ്റെടുക്കുമ്പോഴാണ് ഈ പെരുന്നാൾ ശുശ്രൂഷകൾ ധന്യമായി തീരുന്നത്. വലിയ സഹത, ഗ്രേറ്റ് മാർട്ടിയർ എന്നാണ് ഗീവർഗീസ് സഹതായെ പറ്റി സഭകളെല്ലാം സാക്ഷിക്കുന്നത്. AD 283 കപ്പദോക്യയിലെ ഒരു പ്രഭു കുടുംബത്തിൽ പലസ്തീനയിലെ ലിഡിയ എന്ന് പറയുന്ന സ്ഥലത്ത് ക്രിസ്തീയ മാതാപിതാക്കളിൽ ജനിച്ച് തന്റെ പിതാവ് ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ സൈന്യത്തിലെ ഒരു അംഗം പിതാവിന്റെ മരണശേഷം മാതാവിനോട് ചേർന്ന് പലസ്തീനയിൽ ജീവിതം അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. 17ാമത്തെ വയസ്സിൽ അദ്ദേഹം സൈനിക സേവകനായി സ്വയം സമർപ്പിക്കുകയുണ്ടായി. അങ്ങനെ 17ാമത്തെ വയസ്സിൽ ഈ സൈന്യത്തിൽ ചേർന്ന ഗീവർഗീസ് പടിപടിയായി ഉയരുകയാണ്. കാരണം തന്റെ മേലധികാരിക്ക്, തന്റെ ഹൈ ഓഫീസർക്ക് ഈ സുന്ദരനായ യുവാവിനെ ഇഷ്ടപ്പെട്ടു. അദ്ദേഹം ഓരോരോ കാര്യങ്ങളും ഗീവർഗീസിനെ ഏൽപ്പിക്കുമ്പോൾ ഏറ്റവും ഭംഗിയായി ഗീവർഗീസ് ആ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഡയോക്ലീഷ്യൻ ചക്രവർത്തി ഒരിക്കൽ ക്രിസ്തീയ മതവിശ്വാസത്തിനെതിരെ ഒരു വിളംബരം പുറപ്പെടുവിച്ച് അത് നടപ്പിലാക്കുമ്പോൾ തങ്ങളുടെ ഏൽപ്പിച്ചത് യുവാവായ ഗീവർഗീസിലായിരുന്നു. എന്നാൽ ഈ വിളംബരം കണ്ട ഗീവർഗീസ് ക്രിസ്തുവിനെതിരെ പ്രവർത്തിക്കുവാൻ പറ്റില്ല എന്ന് പറഞ്ഞ വിളംബരം കീറിക്കളയുകയാണ്. ക്രിസ്തുവിനെ, ക്രിസ്തീയ വിശ്വാസത്തെ അടിച്ചമർത്തുവാൻ ഞാൻ കൂട്ടുനിൽക്കുകയില്ല എന്ന് ചക്രവർത്തിയെ വെല്ലുവിളിച്ചു. നമുക്കറിയാം, ആ കാലഘട്ടത്തിൽ ചക്രവർത്തിമാരെയൊക്കെ വെല്ലുവിളിച്ചതിനുള്ള അനുഭവം നമുക്കറിയാം. തന്റെ ജീവിതത്തിൽ ക്രൈസിസ് വന്നപ്പോൾ ക്രൈസ്റ്റിനെ ചേർത്ത് നിർത്തുവാൻ തക്കവണ്ണം, തന്റെ ജീവിതത്തിന്റെ കേന്ദ്ര ബിന്ദുവായി ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ തക്കവണ്ണം തന്റെ ഇടത്തോട് വന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു ഗീവർഗീസ്. ഗീവർഗീസ് എന്ന വാക്കിന്റെ അർത്ഥം അറിയാമോ? നമ്മുടെ ഇടവക നാമത്തില് സെന്റ് ജോൺ നാമത്തിൽ, സെന്റ് ജോർജിന്റെ വേർഡ് മീനിങ് അറിയാമോ? വേർഡ് മീനിങ് ഓഫ് സെന്റ് ജോർജ് അതിന് പഠിക്കണമല്ലോ. എന്താണ്? ഫ്രൂട്ട്ഫുൾ എന്നാണ്. ഫ്രൂട്ട്ഫുൾ, ഫലം വർദ്ധിപ്പിക്കുന്നവൻ. നിങ്ങൾക്കും എനിക്കും ഒക്കെ ദൈവം ചില ഫ്രൂട്ടുകൾ തന്നിട്ടുണ്ട്. പക്ഷെ നമ്മളത് എത്രമാത്രം ഫലം പുറപ്പെടുവിക്കുന്നത് നമ്മളോട് തന്നെ ചോദിക്കേണ്ടതാണ്. ചക്രവർത്തിക്കെതിരെ നിന്ന ഈ യുവാവിനെ നമുക്കറിയാം എന്ത് ചെയ്ത് കാണും. ചക്രവർത്തി ചെറുപ്പം കൊടുത്തോ? പിന്നെന്ത് ചെയ്തു? നമ്മൾ അല്പം മുമ്പ് പാട്ട് പാടിയില്ലേ? ഗീവർഗീസിനെ എത്ര വർഷം പീഡിപ്പിച്ചതാണ്? 7.5 years. ഒരു 7 hours നമുക്ക് കർത്താവിന്
വേണ്ടി സഹിക്കുവാൻ പറ്റാത്ത നമ്മൾ ആണ് ആരുടെ നാമത്തില സഹതായുടെ മധ്യസ്ഥയിൽ കൂടിയിരിക്കും. ചക്രത്തിന്മീതെ മൂർച്ചയേറിയ കത്തികൾ ഘടിപ്പിച്ച് അതിൽ കയറ്റി ഉരുട്ടി. അവിടെ അന്നേരം ഗീവർഗീസ് സാക്ഷിച്ചു, എന്റെ ദൈവം വലിയവൻ, എനിക്ക് ക്രിസ്തുനാഥനെ മതിയെന്ന് ആ ചക്രത്തിന്മേലെ ഉരുളുമ്പോൾ സഹത പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞില്ല. പിന്നീട് ചക്രവർത്തി എങ്ങനെ സ്നേഹിച്ചെന്ന് ചോദിച്ചാൽ ചൂടുള്ള എണ്ണയിലേക്ക് ഈ യുവാവിനെ ഗീവർഗീസിനെ തള്ളിയിടുകയാണ്. പിന്നീട് തീയിലിട്ടു. പല രീതിയിൽ ഡയക്ലീഷ്യൻ ചക്രവർത്തി ഗീവർഗീസിനെ പീഡിപ്പിച്ചു. ഏറ്റവും അവസാനം AD 303 വാൾ കൊണ്ട് വെട്ടിക്കൊന്നു. ഇനിയാണ് സഹറായുടെ ആ ഒരു പ്രത്യേകത. തന്റെ അന്ത്യ നിമിഷത്തിൽ ഞാൻ നിങ്ങളുമൊക്കെ സഹറായുടെ സ്ഥാനത്തായിരുന്നെങ്കിൽ ഡയക്ലീഷ്യൻ ചക്രവർത്തിയുടെ കാര്യം പൊന്നു ചക്രവർത്തി എന്ത് വേണം ചെയ്താൽ വെറുതെ വിട്ടാൽ മതി എന്ന് പറഞ്ഞത്. ഇവിടെയാണ് തന്റെ അന്ത്യ നിമിഷത്തിൽ സഹറ സ്വർഗത്തിലേക്ക് കൈവെച്ചുകൊണ്ട് അപ്രകാരം പ്രാർത്ഥിച്ചു, രക്ഷകനായ യേശുവേ, എന്റെ മധ്യസ്ഥതയിൽ ശരണപ്പെടുന്നവർക്ക് അങ്ങ് ആശ്വാസവും അവർക്ക് വേണ്ട കാര്യങ്ങൾ നടത്തി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ച ഒരു പുണ്യവാനാണ്. അതുകൊണ്ടാണ് അല്പം മുമ്പ് നമ്മൾ അപേക്ഷയെ ചൊല്ലിയത്, വിളിച്ചാൽ വിളി കേൾക്കുന്നവൻ, അപേക്ഷിച്ചാൽ അപേക്ഷിക്കുന്നവരുടെ അപേക്ഷകളെ ഉപേക്ഷിക്കാത്തവൻ എന്നിങ്ങനെയൊക്കെ പരിശുദ്ധനായ ഗീവർഗീസ് സഹതയെ പറ്റി നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, പരിശുദ്ധ സഹത നിങ്ങൾ ഏത് ആവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ നടത്തിയിട്ടുണ്ട്. അത് നടത്തി തരാൻ സഹതായ്ക്ക് കഴിയും. കാരണം ഈ ഉറപ്പ് സ്വർഗീയനാഥൻ തന്റെ അന്ത്യനിമിഷത്തിൽ നൽകി കൊടുത്തതാണ്. അങ്ങനെ ഗീവർഗീസ് സഹതയോട് പ്രാർത്ഥിച്ച് പല കാര്യങ്ങളും നേടിയിട്ടുള്ളവരല്ലേ ഞാൻ നിങ്ങളുമൊക്കെ. ഗീവർഗീസ് സഹതയോട് അപേക്ഷിച്ച് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ളവരൊന്ന് കൈവക്കാമോ? സഹതായുടെ മധ്യസ്ഥയിൽ എന്തെങ്കിലും കാര്യം ഒന്ന് മുക്കി ഒരാൾക്കേ ഉള്ളൂ, 2, 3 ഒക്കെ ചെറുതും വലുതുമായ കാര്യങ്ങൾ. ഇപ്പൊ ഒരുപാട് കൈകളുണ്ട്. ഒരു കൈയുടെ പോകുമ്പോൾ സഹതായോട് പ്രാർത്ഥിച്ച് MG യൂണിവേഴ്സിറ്റിയുടെ എക്സാം മാറ്റിയ ഒരു അച്ഛനാണ് ഞാൻ. നിങ്ങൾക്ക് ചിരിയ ആ സമയത്ത് എന്റെ ടെൻഷൻ എനിക്ക് അറിയുള്ളൂ. കാരണം പ്രീഡിഗ്രി ലാസ്റ്റ് ബാച്ച് പഠിച്ചവരായാലും BDC ലാസ്റ്റ് ബാച്ച് പഠിച്ചിട്ടുണ്ട്. ഞാനത് കാത്തോലിക്കറ്റ് കോളേജില്ല പത്തനംതിട്ട പഠിച്ചത്. ഫസ്റ്റ് ഇയറിൽ എക്സാം പാസ്സായി. ഭാഗ്യത്തിന് 2ാമത്തെ വർഷം വന്നപ്പോൾ ഉഴപ്പെന്ന് പറഞ്ഞാൽ എക്കണോമിക്സ് എന്ന് പറഞ്ഞ വിഷയം ചില പാടാണ്. കേട്ടിട്ടുള്ള വിഷയം ഒന്നും അറിയത്തില്ല. അപ്പോൾ ആ എക്സാമിന് വേണ്ടി എനിക്ക് പാടായതുകൊണ്ട് എൻ്റെ അമ്മയും അപ്പനും ചേർന്ന് ഒരു സ്പെഷ്യൽ ട്യൂഷൻ എന്നെ കിട്ടും. ആ ട്യൂഷൻ പോകുന്നത് അതിനേക്കാളും പാടാണ്. നമ്മൾ വെളുപ്പിനെ എഴുന്നേറ്റ് രാവിലെ ട്യൂഷൻ കോളേജിലും കയറുന്നതിന് മുമ്പ് വല്ലപ്പോഴൊക്കെ പോകുമ്പോൾ ആ സാറൊരു പാവം പിടിച്ചവനായതുകൊണ്ട് ഫീസ് മാത്രം കൊടുത്താൽ മതി, നമ്മൾ ക്ലാസ്സിൽ ചെറിയില്ലേക്കും കുഴപ്പമില്ല. അങ്ങനെ പോയി അവസാനം പരീക്ഷയുടെ തലേദിവസം വന്ന് ഒരു വഹ പഠിച്ചിട്ട് തലയിൽ കയറുന്നില്ല. അന്ന് ഒരു വലിയ നോമ്പായിരുന്നു. നമുക്കറിയാം മാർച്ച് ഏപ്രിൽ മാസത്തിൽ MG യൂണിവേഴ്സിറ്റി എക്സാം നടന്നു. ആ സമയത്ത് നമ്മുടെ സഭയുടെ പരീക്ഷ വലിയ നോക്കും. അത് വീടിൻ്റെ അടുത്ത് വീടിൻ്റെ മുറ്റത്ത് നോക്കിയാൽ കുഞ്ഞ് പള്ളിയുണ്ട്. അത് പരിശുദ്ധനായ യൂണിവേഴ്സിറ്റി. അവിടെ എല്ലാ ദിവസവും സന്ധ്യാസ്കാരം കുറച്ച് പേര് വരും. ചില ദിവസങ്ങൾ അച്ഛൻ വരും. അച്ഛൻ ഇല്ലാത്തപ്പോൾ ഞങ്ങൾ യൂത്തിലെ അംഗങ്ങളൊക്കെ വീട് ചെയ്യും. അപ്പോൾ അന്ന് അച്ഛൻ ഭാഗ്യത്തിലുണ്ടായിരുന്നു. അന്ന് പ്രാർത്ഥന നടത്തിയപ്പോൾ മൊത്തം ഞങ്ങൾക്കുള്ള കർത്താവെ പാടിയെല്ലാം തെറ്റി. കാരണം എന്തുവാ? എക്കണോമിക്സിന്റെ എക്സാം ഒരു രീതിയിൽ പറ്റുന്നില്ല. ഞാൻ അവസാനം മദ്ബഹായിൽ രാഷ്ട്രീയ പ്രാർത്ഥന കഴിഞ്ഞ് കർത്താവെ രക്ഷിക്കുന്നു, നാളെ പരീക്ഷ കഴിഞ്ഞാൽ ഞാൻ തോക്കും, എൻ്റെ 1 വർഷം പോകും. ജീവിതത്തിൽ തോറ്റിട്ടില്ല, തോറ്റ ചരിത്രം കേട്ടിട്ടുമില്ല എന്നതുവരെ. അങ്ങനെ പ്രിയമുള്ളവരെ ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷെ പള്ളിയിൽ പ്രാർത്ഥിച്ചിട്ട് വീണ്ടും മനസ്സൊക്കെ വെക്കുക പറയാം. എന്നിട്ട് പള്ളിയിൽ ചേർന്നൊരു ചെറിയ കുരിശുമ്പോഴുണ്ട്. ആ കുരിശുമ്പോൾ 3 മെഴുകുതിരി കത്തിച്ചിട്ട് ഒരു ഗതികെട്ടനെ നെഞ്ചടിഞ്ഞ പറഞ്ഞു, എന്റെ സഹനായി പരീക്ഷ നാളെ നടത്തരുതേ, എന്റെ 1 വർഷം പോകും, ഞാൻ തോറ്റുപോകും. നിങ്ങൾക്ക് ചിരിയാ, അന്നേരത്തെ എന്റെ ടെൻഷൻ എനിക്ക് അറിയുന്നു. ഞാൻ നെഞ്ചത്തടിച്ച് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് എനിക്കറിയാം ഒരു പ്രയോജനമില്ല. സഹനായിക്കല്ല, സാക്ഷാ ദൈവത്തിന് പോലും എന്നെ രക്ഷിക്കാൻ കഴിയില്ല. നമ്മുടെ വിശ്വാസമില്ലാത്ത ഒരു വിശ്വാസിയെ പോലെ ഞാൻ എന്റെ ഭക്തത്തിലേക്ക് കയറി ചെന്നപ്പോൾ
അടിയിൽ എഴുതി കാണിക്കുന്നു. അപ്പോൾ മമ്മിയും എൻ്റെ സഹോദരങ്ങളൊക്കെ എൻ്റെ ഉമ്മയുടെ ഞങ്ങളുടെ മാമിയുടെ മക്കളൊക്കെ വീട്ടിലുണ്ട്. ഫോൺ അടിച്ചല്ലോ മോനേല്ലോ. ഞാൻ നോക്കിയപ്പോൾ എന്താണ് എഴുതിക്കൊണ്ട് വരുന്നത്? MG യൂണിവേഴ്സിറ്റിയുടെ നാളെ നടത്താനിരുന്ന എല്ലാ എക്സാം അല്ല അന്ന് ഈ ഡേറ്റ് വന്നുള്ള എക്സാം മാറ്റിയിരിക്കുക. കാരണം എവിടെയോ എനിക്ക് വേണ്ടി ഒരു PU ക്വസ്റ്റ്യൻ പേപ്പർ പൊട്ടിച്ചു. പ്രിയമുള്ളവരെ, അന്ന് വീട്ടിലെ അത്താഴം കഴിഞ്ഞ് ഞാൻ പഠിച്ചു. രാത്രി 2:30 പഠിച്ചു. ആ എക്സാം ഞാൻ പാസ്സായി. 165 മാർക്കോടുകൂടി എക്കണോമിക്സ് ഞാൻ പാസ്സായി. അന്ന് പഠിച്ച പലതും എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ഡിമാൻഡ്, ഡിസൈർ, എന്നുള്ള പറഞ്ഞ സാധനങ്ങൾ എൻ്റെ മനസ്സിൽ ഇന്നും കിടപ്പുണ്ട്. ആർക്ക് വേണ്ടി പരീക്ഷ മാറ്റി? എനിക്ക് വേണ്ടി മാറ്റി. സഹായം ഞാൻ പ്രാർത്ഥിച്ച എൻ്റെ കാര്യം വേണ്ടി. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞങ്ങളുടെ അടുത്ത് കിഴക്കിന്റെ പുതുപ്പള്ളി എന്ന് പറയുന്ന ഒരു പൊന്നമ്പി പള്ളിയുണ്ട്. കുറച്ചുപേർക്കൊക്കെ ആദേശത്ത് അറിയിക്കും. അതും ഇതുപോലെ അച്ചട്ടാണ് പള്ളി. ആ പള്ളിയിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്ന ഞങ്ങൾ അച്ഛന്മാർക്ക് പ്രയാസങ്ങളില്ലേ? പല പ്രയാസങ്ങളും ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ അതിനേക്കാളും പ്രയാസത്തിലാണ് നിങ്ങളെ പോലുള്ള വിശ്വാസികളുടെ പ്രാർത്ഥന. അത് കാണുമ്പോൾ നമ്മൾ നമ്മുടെ കാര്യം പറയാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഈ ഒരു സന്ധ്യാസ്കാരത്തിനും അവിടെ എപ്പോ ചെന്നാലും തലയെ കൈ പിടിച്ച് അച്ഛന്മാര് ആ പള്ളിയിൽ കയറിയാൽ ഒരു 10 വിശ്വാസികൾ ഏത് സമയത്ത് ചെന്നാലും തലയെ കൈ പിടിച്ച് പ്രാർത്ഥിക്കാനാണ്. പെരുന്നാളിന്റെ സമയം കൊണ്ടാണ് ഭയങ്കര തിരക്കാണ്. മദ്ബഹാനിയോട് ഇറങ്ങി വന്നപ്പോൾ ഒരു പെൺകുട്ടി ഓടി വന്ന് വെച്ചാൽ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ വലിയ ക്യൂ. എനിക്കറിയാം പടിഞ്ഞാറ് തിരിഞ്ഞ് നിന്നാൽ അവിടുന്ന് പോക്ക് നടക്കത്തില്ല. 1 മണിക്കൂർ പ്രാർത്ഥിക്കേണ്ടി വരും. ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു. എനിക്കറിയാത്ത രീതിയിൽ അപ്പൊ പ്രാർത്ഥിച്ചു. ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ കയ്യിൽ ഇങ്ങനെ അച്ഛന്മാരെ പിടിക്കുമല്ലോ. കയ്യിൽ വെള്ളത്തുള്ളി. ഞാൻ നോക്കിയപ്പോൾ മഴ പെയ്യുന്നുമില്ല, പള്ളിയിൽ ചോരത്തുമില്ല. മഴ പെയ്ത പിന്നെ ഈ വെള്ളത്തുള്ളി എവിടെ പോകുന്നു? ഞാൻ നോക്കിയപ്പോൾ എൻ്റെ മുമ്പിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ആ യുവതിയുടെ കണ്ണുനീരായിരുന്നു. അത് പുറത്തുനിന്ന് തെളിച്ച് എൻ്റെ കയ്യിൽ വീണു. അന്നേരം എൻ്റെ കൈ പൊട്ടി. ഞാൻ പ്രാർത്ഥിച്ചു, സഹതായ നിന്റെ മധ്യസ്ഥയിൽ വന്ന ഈ കുഞ്ഞിന്റെ കാര്യം എന്താണെന്ന് എനിക്ക് അറിയത്തില്ല, എന്തായാലും നീ നടത്തി കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചു. ഞാൻ ആ യുവതിയെ നോട്ട് ചെയ്തു. കാരണം എൻ്റെ ഓരോരുത്തരുടെ ജീവിതത്തിൽ അന്നൊരു 5-6 വർഷമായതേ ഉള്ളൂ. ആരുടെ തലയെ കൈ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവർ ചിരിക്കുമല്ലാതെ കരഞ്ഞ ആരെയും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എനിക്കും അത് വലിയ ഒരിതായിട്ട് ഞാൻ പ്രാർത്ഥിച്ച് എനിക്കറിയാൻ കർത്താവേ, ആ കുട്ടി എന്ത് കാര്യം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു അതല്ല നടത്തി കൊടുക്കണം, എനിക്ക് വേണ്ടി നടത്തി കൊടുക്കണം എന്നൊക്കെ പ്രാർത്ഥിച്ച് എനിക്കറിയാൻ വേണ്ടി പ്രാർത്ഥിച്ച് ഞാൻ ആ പെൺകുട്ടിയെ ഒന്ന് ഫോളോ ചെയ്ത് ഞാൻ അവിടുത്തെ അച്ഛനോടൊന്ന് ചോദിച്ചപ്പോൾ അതൊരു അച്ഛൻ്റെ കൊച്ചമ്മയായി. പിന്നീട് അച്ഛൻ്റെ കൊച്ചമ്മയായതുകൊണ്ട് ഞങ്ങൾ കഴിക്കാൻ വന്നപ്പോൾ ഈ കൊച്ചമ്മയെ ഞാൻ പരിചയപ്പെട്ടു. പ്രശ്നം കൊച്ചമ്മയ്ക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. അച്ഛനും കൊച്ചമ്മയ്ക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് 4-5 വർഷമായി. അപ്പോൾ ഞാൻ പറഞ്ഞു, കൊച്ചമ്മയെ എൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നിയത് ഞാൻ പറഞ്ഞു, ഈ വർഷം കൊച്ചമ്മയുടെ മനസ്സിൽ ഒരു കാര്യം കൊണ്ട് നടക്കുകയാണ്. അടുത്ത പെരുന്നാളിന് അത് കൊച്ചമ്മയുടെ ഒക്കെ തിരിക്കട്ടെ എന്ന് തമ്പുരാൻ ചോദിച്ച് പറഞ്ഞതാണ്. പറഞ്ഞു പ്രിയമുള്ളവരെ, പിന്നീട് അമ്മ വീട്ടിലൊക്കെ പോയി കുറേ നാൾ കഴിഞ്ഞ് ഞാൻ വിഷയം മറന്നുപോയി. പക്ഷേ കൊച്ചമ്മ കയറിയായി എന്നെ വിളിച്ച് ആദ്യം വിളിച്ചു. കൊച്ചമ്മ വേറെ പല അച്ഛന്മാരോട് പറഞ്ഞു, അങ്ങനെ അച്ഛന്മാരെന്നോട് പറഞ്ഞു ഇങ്ങനെ ഈ സംഭവം. അത് ഞാൻ പറഞ്ഞത് ഞാൻ അവിടെ വലിയ കാര്യം ചെയ്തു എന്നുള്ളതല്ല. സഹതാഴ മധ്യസ്ഥയിൽ ആ കൊച്ചമ്മ പ്രാർത്ഥിച്ചപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് എണ്ണി പറയാൻ 10 മിനിറ്റ് അച്ഛൻ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു 10 മിനിറ്റ് എടുക്കുമോ? 20 മിനിറ്റ് ആയിരുന്നു. എല്ലാ ദിവസവും കൊണ്ടെടുത്തു എനിക്കറിയാം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ സഹതായുടെ മധ്യസ്ഥ എന്ന് പറയുന്നത് കുഞ്ഞുകളെയല്ല, അതിന് വലിയ അർത്ഥമുണ്ട്. നിങ്ങളൊക്കെ അനുഭവിച്ചതാണ്. നമുക്കൊക്കെ ആ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൂടുതലായി ഉണ്ടാകട്ടെ. പ്രത്യേകിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാൻ സഹതായുടെ മധ്യസ്ഥയിൽ. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളുമൊക്കെ ഈ സഹതായ മധ്യസ്ഥയിൽ അഭയപ്പെട്ടുകൊണ്ട് കുടുംബ ജീവിതത്തിന്റെ അംഗങ്ങളായി നാം ഇരിക്കുകയാണ്. ഇന്നത്തെ സമൂഹത്തിൽ പ്രത്യേകിച്ച് നാം ഇവിടെ ജീവിക്കുമ്പോൾ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ലൈഫാണ്. നമ്മുടെ കുടുംബ ജീവിതത്തിലൂടെ ഒരു ശ്രദ്ധ നമ്മൾ ഈ സഹതായ മധ്യസ്ഥയിലൂടെ കൊടുക്കണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഫാമിലിയുടെ ഒരു ഫുൾ ഫോം ഉണ്ട്, നിങ്ങൾക്കൊക്കെ അറിയാം. എന്താണ്? ഫാദർ ആൻഡ് മദർ. ഐ ലവ് യു മാത്രം പറയാൻ സാധിക്കും. ഫാദർ ആൻഡ് മദർ, ഐ ലവ് യു. അതാണ് ആ ഫാമിലി. എഫ് ഫോർ ഫാദർ ആൻഡ് മദർ, എൽ ഫോർ ലവ്,
യു ഫാമിലി ക്ലാസ് നിസായിലെ സെയിന്റ് ഗ്രിഗോറിയോസ് പറയുന്നത് ഫാമിലി അത് റെപ്രസെന്റ് ചെയ്യുന്നത് ദ ഹോളി സ്പിരിറ്റ് ഇൻ എർത്ത് എന്നാണ്. ഭൂമിയിലെ വിശുദ്ധ തൃത്വത്തിന്റെ വെളിപാട് ആണ് എന്ത്? നമ്മുടെ ഓരോരുത്തരെയും കുടുംബജീവിതം. എനിക്ക് ഞാൻ നിങ്ങളും ഒക്കെ കുടുംബത്തിലെ ഒരു അംഗമാണ്. ഒരു ഭർത്താവ് എന്ന രീതിയിൽ, ഒരു ഭാര്യ എന്ന രീതിയിൽ, ഒരു അമ്മ എന്ന രീതിയിൽ, ഒരു അപ്പൻ എന്ന രീതിയിൽ, ഒരു കുഞ്ഞെന്ന രീതിയിൽ ഞാൻ നിങ്ങളും ഫാമിലിയുടെ എന്തെങ്കിലുമൊക്കെ ഒരു മെമ്പറാണ്. പ്രിയമുള്ളവർ, എന്താണ് വിശുദ്ധ തൃത്വത്തിന്റെ പ്രത്യേകത? അത് സ്ഥിതി ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ദ ലവ് ആണ്. അപ്പൊ ക്രിസ്തീയ കുടുംബജീവിതം നിലനിൽക്കേണ്ടത് ഏതിലാണ്? ലവിലാണ്, അല്ലേ? ലവിന്റെ സ്പെല്ലിംഗ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഉറങ്ങാതിരിക്കാനാണ് നിങ്ങളെ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. ബോറായി ഇപ്പൊ നിർത്തട്ടെ? വേണ്ട. ആദ്യത്തെ എൽ പറഞ്ഞു. പെട്ടെന്ന് പറയണം. എല്ലി ചേർത്ത് വാർത്ത എൽ. അപ്പൊ ഇവിടെ മൈനസ് മാർക്ക് ചാൻസ്. സ്ത്രീകൾക്ക് വേണ്ടി ഒരു പുരുഷൻ സംസാരിച്ച് ലൈഫ് ഒക്കെ ഞാൻ സംബന്ധിച്ചു. വേറെ എന്തെങ്കിലും പറഞ്ഞു? ലോയർ. പിന്നെ ലൈറ്റ് കൊള്ളാം. പിന്നെ ലൈറ്റ് കൊള്ളാം. പിന്നെ ഞാൻ ഉദ്ദേശിച്ച വാക്ക് വന്നില്ല. ഈ പറഞ്ഞ സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? പിന്നെ ലൈറ്റാണോ ഇതിന്റെ? ലോയൽറ്റി ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? ശരി, പേഴ്സണലായിട്ട് ചോദിക്കും പറയാം. ലാസ്റ്റ് ഡാൻസ് 2 മാർക്കില്ല. അക്ഷരമാർഗം ലിസൺ. കുടുംബജീവിതത്തിൽ ശ്രദ്ധിക്കുന്നുണ്ടോ? എന്റെ ഭാര്യ ഇല്ലാതെ എനിക്ക് സന്തോഷമായിട്ട് പറയാം. വെച്ച് പറയാം പ്ലീസ്. ലിസൺ. നമ്മൾ എത്ര കേൾക്കുന്നുണ്ട്? ഇതിനെപ്പറ്റി വിശദീകരിക്കാറുണ്ട്. നിങ്ങൾ തന്നെ ഹോംവർക്ക് ചെയ്തു. കുടുംബജീവിതത്തിൽ ഒരു ലിസണിങ് ആവശ്യമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കാറുണ്ടോ? ഞാൻ നിങ്ങളും ഒക്കെ കുഞ്ഞുങ്ങളൊക്കെ ഫുഡ് കഴിക്കുമ്പോൾ വാരി കൊടുക്കുന്നതിന് നമ്മളൊക്കെ എന്ത് ചെയ്യും? യൂട്യൂബ് ഓൺ ചെയ്ത് വെച്ചാൽ കൊടുക്കും. സന്തോഷം പിള്ളേർ കഴിയുകയും വിചാരിക്കും. ശരിയാ, ക്ഷീണമാണ്, നമ്മുടെ സ്ട്രെസ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ലിസൺ ചെയ്യണം. ഭാര്യ ഭർത്താവിനെ, ഭർത്താവ് ഭാര്യയെ ലിസൺ ചെയ്യണം. ആദ്യത്തെ 1 വർഷം ഭാര്യ പറയും, ഭർത്താവ് കേൾക്കും. 2ാമത്തെ വർഷം ഭർത്താവ് പറയും, ഭാര്യ കേൾക്കും. 3ാമത്തെ വർഷം ഭർത്താവ് ഭാര്യ പറയും, ആര് കേൾക്കും? ലിസൺ ചെയ്യണം. 2ാമത്തെ ആൽഫബറ്റ് സമയം പോകുന്ന 2ാമത്തെ ആൽഫബറ്റ് ഏതാ? ഓ, ആൽഫബറ്റ് ഏതാ? ഒബീഡിയൻസ്. ഒബീഡിയൻസ് ഉണ്ടോ ഈ സൈഡിൽ? പ്ലീസ്. ഓ ഫോർ ഒബീഡിയൻസ്. നിങ്ങളുടെ ചാൻസ്. BT18. പെട്ടെന്ന് പറ. ഓരോ ചേർത്തിൽ മാറ്റി പറ പ്ലീസ്. ഒബീഡിയൻസ് അല്ലാതെ ഒരു മാറ്റി ക്രിസ്ത്യൻ അറിയത്തില്ലേ? ഒബ്സർവ്. നല്ല കാര്യം. ഒബ്സർവ് ഒരുപാടായ പ്രശ്നമാണ് ജീവിതത്തിൽ. അടുത്ത ചാൻസ്. ഞാൻ ഉദ്ദേശിച്ച വാക്ക് എനിക്ക് കിട്ടിയില്ല. പെട്ടെന്ന് വേണം പ്ലീസ്. സമയം ഇനി ഒബേ പറയുന്നത് ഒബീഡിയൻസ് പറയുന്നത് ഓഫർ. കുടുംബജീവിതത്തിൽ ചില ഓഫറുകളുണ്ട്. നിങ്ങളുടെ ചാൻസ്. ലാസ്റ്റ് ചാൻസ്. ഓപ്പൺ. ഐ ലവ് ദ വേർഡ്. ഓപ്പൺനെസ് വേണം. കുടുംബജീവിതത്തിൽ എത്ര ഓപ്പൺ ആവുന്നുണ്ട്? അവരവരെ ചിന്തിച്ചാട്ടെ. ഞാൻ പെട്ടെന്ന് പോവാം. 3ാമത്തെ ആൽഫബറ്റ്. ഇവർക്ക് 5 പോയിന്റ് കേട്ടോ. അവർക്ക് 5 പോയിന്റായി. സമ്മാനം അവർക്കായിരിക്കും. B for വാല്യൂ. ഇവർക്ക് 5 പോയിന്റ് കേട്ടോ. കുടുംബജീവിതത്തിൽ ചില വാല്യൂസ് വേണം. എന്താണ് നിങ്ങളുടെ വാല്യൂ? രാവിലെ പോയിട്ട് പ്രാർത്ഥിക്കുന്ന കുടുംബമാണെങ്കിൽ അത് ദൈവസന്നിധിയിൽ ഒരു വാല്യൂ. ഇനി ഈ ചേർത്ത് അധികം പോകുന്ന സമയമില്ല. ലാസ്റ്റ് വേർഡ് E for 18. E for elephant. Enjoy കുടുംബജീവിതത്തിൽ ഞാൻ സമ്മതിക്കുന്നു. എഡ്യൂക്കേഷൻ ഇക്വാളിറ്റി ഉണ്ടോ? ഇക്വാളിറ്റി കുടുംബജീവിതത്തിൽ ഇവിടെ ഇക്വാളിറ്റി എന്തെങ്കിലും അറിയുമോ? അടുത്ത വേണം
നിങ്ങളുടെ ചാൻസ് കഴിഞ്ഞ് ലാസ്റ്റ് ചാൻസ് ആണ്. ഇപ്പൊ 2 ടീമും തുല്യമായിട്ട് നിൽക്കുകയാണ്. ഇപ്പൊ നമുക്ക് നിർത്താം. ആര് പറയുമോ അവർക്ക് സമ്മാനിക്കും. ഓക്കെ, ഞാൻ നിങ്ങളെ ഒരേപോലെ നിർത്തുകയാണ്. 2 പേർക്കും സമാസമം 5 to 5. ഓക്കെ, E for encourage. ആരെങ്കിലും എൻകറേജ് ചെയ്യുന്നുണ്ടോ? കുടുംബജീവിതത്തിൽ ഭാര്യ കഷ്ടപ്പെട്ടൊരു ചായ കഴിക്കുന്നത് വരുമ്പോൾ നാട്ടിലാണ് ഇവിടുത്തെ കാര്യങ്ങൾ അച്ഛൻ പറയുന്നത്. ഇവിടെ നമ്മൾ ചായ കൊണ്ടുപോയി നമ്മൾ തന്നെ ചായ പോയി ഇറങ്ങി. എൻകറേജ്. നമ്മുടെ വീട്ടിൽ ചെറിയ കാര്യം പറഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ ഓഫീസുകാരെ കണ്ടാൽ പറയും താങ്ക് യു പറയും. നമ്മുടെ ജീവിതത്തിൽ വീട്ടിൽ എത്ര താങ്ക് യു പറയും? ഭാര്യയോട് പറഞ്ഞിട്ടുണ്ടോ താങ്ക് യു? ഇന്ന് രാവിലെ താങ്ക് യു വേറെ വാക്കുകൾ പറഞ്ഞിട്ട് വന്നവരാണെന്ന് എനിക്കറിയാം. നിങ്ങൾ നിങ്ങളുടെ ഭർത്താവ് ഒന്ന് ചിരിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ ഭർത്താവ് താങ്ക് യു പറയാറുണ്ടോ? നിങ്ങൾ എൻകറേജ് ചെയ്യാറുണ്ടോ? എൻകറേജ് ചെയ്യില്ല. നമ്മുടെ കുടുംബത്തിൽ നമ്മൾ നെഗറ്റീവുകളാണ്. നെഗറ്റീവ് പറഞ്ഞാൽ നമ്മുടെ സമയം കളയലാണ്, നമ്മൾ കുറ്റപ്പെടുത്തലാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാത്തമാറ്റിക്സ് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ കെമിസ്ട്രി നഷ്ടപ്പെടും. എന്ന് പറഞ്ഞ് മാത്തമാറ്റിക്സ് പറയുമ്പോൾ കെമിസ്ട്രി നഷ്ടപ്പെടും. ഇതിൽ 2 നല്ല മാർക്ക് മേടിച്ചോളൂ എന്റെ ഉപയോഗിക്കുക, കെമിസ്ട്രിയിലും മാത്തമാറ്റിക്സും. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഇതൊരു അനുഗ്രഹ പ്രഭാഷണം. ഇപ്പൊ നിങ്ങളോട് ഞാൻ നിർത്തുകയാണ്, വളരെ വേഗം നിർത്തുക. നമ്മുടെ ജീവിതത്തിൽ കണക്കുകൾ പറയാതെ ഒന്ന് ലിസൺ ചെയ്യുവാൻ, ഒരു ഓപ്പൺനെസ് ഉണ്ടാകുവാൻ, ചില വാല്യൂസ് നമ്മൾ കീപ്പ് ചെയ്യാൻ, ചില കാര്യങ്ങളല്ല എല്ലാ കാര്യങ്ങളും പരസ്പരം ഒന്ന് എൻകറേജ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. പ്രിയമുള്ളവരെ, നിങ്ങളുടെയൊക്കെ കല്യാണ ദിവസം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? കല്യാണം കഴിച്ചു ഓർത്താൽ മതി, കഴിക്കാത്തവർ ഓർക്കേണ്ട, വേറെ നോക്കേണ്ട അച്ഛൻ. കല്യാണ ദിവസം ഓർക്കുന്നുണ്ടോ? കല്യാണം കഴിച്ചോ? ഏത് ഡ്രസ്സാണ് ഇട്ടേ ഓർക്കുന്നു? സാരി പല ഫോട്ടോകളും. ഏത് അച്ഛനാണ് ഏത് ജില്ലയിലാണ് നിങ്ങളുടെ കല്യാണം നടത്തി കൊടുക്കുന്നത്? ഇന്ന് അതൊക്കെ ഓർത്തിട്ട് ഈ പള്ളിയിൽ നടത്തി പോകാതെ കല്യാണം നടത്തുന്ന 2 ശുശ്രൂഷകളാണ്. ഏതൊക്കെയാണ്? മോതിരം വാഴും കിരീടം വാഴും. അത് 2 കഴിഞ്ഞ് വേറൊരു ശുശ്രൂഷയുണ്ട്, അത് അധികം ശ്രദ്ധിക്കാറില്ല. അങ്ങനെ ഫോട്ടോഗ്രാഫ്സ് വേണ്ടി വരും. ഏത് ശുശ്രൂഷയാണ്? കൈ പിടിക്കുന്ന ശുശ്രൂഷ. അവിടെ മറിയാമിന്റെ കൈ പിടിച്ച് ഏബ്രഹാമിന്റെ കൈയോട് കൊടുക്കും. നിങ്ങളുടെ പേരുകൾ തന്നെ ചേർക്കും. അന്നേരം എന്ത് പറയണം? അവിടെ ഞാനെന്ന് മരിക്കണം. അത് കല്യാണത്തിന് സംഭവിക്കേണ്ടത്, അത് സംഭവിച്ചിട്ടില്ല ഇതുവരെ. അവിടെ ഞാനെന്ന ഭാവം, ഏബ്രഹാം എന്ന് ഞാൻ മരിക്കണം, മറിയ എന്ന് ഞാൻ മരിക്കണം. മരിച്ചിട്ട് ഞങ്ങൾ ഉയർത്തെഴുന്നേൽക്കണം. പ്രിയമുള്ളവരെ, ഇന്ന് കല്യാണം കഴിഞ്ഞ് ഭർത്താക്കന്മാരും ഭാര്യമാരെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ ഭാര്യമാരുടെ കൈ പിടിച്ച് ദേവാലയത്തിൽ വെച്ച് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ കുറവുകൾ ഒന്ന് മനസ്സിലാക്കി ഒരു പ്രതിജ്ഞ എടുത്ത് ഒന്ന് കൈ പിടിച്ച് പോകാൻ സാധിക്കണം. പറ്റുമോ? കൈമുത്തി കഴിഞ്ഞ് നിങ്ങൾ പോകുമ്പോൾ ഇവിടെ ഹാർവസ്റ്റ് പള്ളിയിൽ കാണും. ഭാര്യയും ഭർത്താവും നിങ്ങൾ ചെയ്യണം. ഒരുവനെ പെട്ടെന്ന് പ്രാർത്ഥിക്കണം. പ്രിയമുള്ളവരെ, കൈ പിടിക്കണം. വെഡിങ് എന്ന് പറഞ്ഞാൽ വെൽഡിങ്. നിങ്ങളെ വാ പിടിച്ച് അച്ഛന്മാരെ പിടിച്ച് നിങ്ങളെ വെൽഡ് ചെയ്യുകയാണ്. ഈ മനസ്സുകളെ ഒരുമിപ്പിക്കുകയാണ്. ഞാനിത് പറഞ്ഞതിന്റെ കാര്യം, ഒരുപാട് കുടുംബ പ്രശ്നങ്ങൾ നമ്മുടെ ഇടയിൽ ഇന്ന് ധാരാളമായിട്ടുണ്ട്. നമുക്കൊന്ന് പറഞ്ഞാൽ തീരുന്ന ചില പ്രശ്നങ്ങളേ ഉള്ളൂ, ഉള്ളിയെ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. പക്ഷെ അത് പറയാതെ മനസ്സിൽ വെച്ച് നീറി കഴിയുന്ന അനേകരുണ്ട്. ഈ പള്ളികളൊന്നും എനിക്കറിയത്തില്ല, ഈ ഉഗാണ്ട പോലുള്ള സ്ഥലങ്ങളിലുണ്ട്. ഞാൻ അവസാനിപ്പിക്കണം പ്രിയമുള്ളവരുടെ വാക്കുകൾ. ഒരു വേദവാക്യം മാത്രം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് നിർത്തും. Joshua 24:50. For me and my house we will serve the Lord. ഞാൻ യഹോവയെ സേവിക്കും. യഹോവയെ സ്നേഹിച്ചുകൊണ്ട് ജീവിക്കാൻ അവസാനിക്കട്ടെ. നമ്മുടെ കുടുംബജീവിതം 3 ആലയമാകണം. 1 ദേവാലയമാകണം, 2 വിദ്യാലയമാകണം, 3 ആതുരാലയമാകണം. ദേവാലയത്തിൽ പ്രാർത്ഥന ഉണ്ടാകണം. നമ്മുടെ കുടുംബജീവിതത്തിൽ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ കൈ പിടിച്ച് ശുഭ്രത ചോദിക്കണം. തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഭാര്യ ഭർത്താവ് ഭാര്യയോട് തെറ്റുകൾ ഏറ്റുപറയാൻ നമുക്ക് സാധിക്കണം. പ്രിയമുള്ളവരെ, 2ാമത്തെ വിദ്യാലയം, നമ്മുടെ ചില കാര്യങ്ങൾ പഠിപ്പിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ വിശ്വാസത്തിൽ പഠിപ്പിക്കണം. നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കും. നമ്മൾ നോമ്പെടുക്കുന്നതാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ നോമ്പെടുക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ തിരക്കേറിയ ജീവിതത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ മൈൻഡ് ചെയ്യാതെ പോകരുതേ. മൈൻഡ് ചെയ്യാതെ പോയാൽ നിങ്ങൾ റെസ്റ്റോറിൽ കിടക്കുമ്പോൾ അവർ കാണാൻ വരത്തില്ല. പ്രിയമുള്ളവരെ, 3ാമത്തെ ആലയം ആതുരാലയം. നമ്മുടെ കുഞ്ഞുങ്ങളെ മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ, മോനെ അപ്പൻ കഷ്ടപ്പെട്ട വന്നതെന്ന് പറഞ്ഞു കൊടുക്കാൻ നാണക്കേട് വിചാരിക്കരുത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, 3 ആലയങ്ങളായി നമ്മുടെ പരിശുദ്ധമായ കുടുംബജീവിതത്തിലെ പരിശുദ്ധ നമ്മുടെ കുടുംബങ്ങൾക്ക് കാവലായിരിക്കട്ടെ. ഇത്രയും സമയം തന്നതിനുള്ള നന്ദി.
സേവിച്ചിരുന്ന സുമനസ്സുകൾക്ക് നന്ദി. താങ്ക് യു.